ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു മാക്ബുക്ക് യൂസറെല്ലാം ആണെങ്കിൽ എയർ ഡ്രോപ്പ് ഫംഗ്ഷനെല്ലാം വളരെ സിമ്പിളായി യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സാധാരണയായി ഐഫോണിൽ നിന്നും മാക്ബുക്കിൽ നിന്നും ഐഫോണിലേക്ക്, മാക്ബുക്കിൽ നിന്നും മാക്ബുക്കിലേക്ക് ഇങ്ങനെയെല്ലാം തന്നെ എയർ ഡ്രോപ്പ് എല്ലാം ചെയ്യാറുണ്ട്. ഇതെല്ലാം നിങ്ങൾ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡിൽ നിന്നും വളരെ ഈസിയായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാനൊരു ഫോൾഡർ എല്ലാം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ നിന്നും ഏതെങ്കിലും ഫയലെല്ലാം നമുക്കിപ്പോൾ ഐഫോണിലേക്കെല്ലാം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ റൈറ്റ് ക്ലിക്ക് മൗസിൽ ടാപ്പ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഷെയർ എന്നതിൽ പോയി ഇനി ഇവിടെ എയർ ഡ്രോപ്പ് എന്ന് സെലക്ട് ചെയ്യുകയാണ് ചെയ്യാറ്. അതിനുശേഷം നമ്മുടെ ഐഫോൺ എല്ലാം ഇവിടെ ഇപ്പോൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്താണ് നമ്മൾ ഷെയർ ചെയ്യാറ്. എന്നാൽ ഇങ്ങനെയല്ലാതെ വളരെ ഈസിയായ മെത്തേഡിലൂടെ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് എല്ലാം യൂസ് ചെയ്യാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടൂൾ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമൈസ് ടൂൾ ബാർ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇതിൽ നിന്നും ഈ എയർ ഡ്രോപ്പ് എന്നത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിനായി നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ ടാപ്പ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഈ ഒരു ടൂൾ ബാറിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ഐക്കൺ എല്ലാം വന്നിട്ടുണ്ട്. അതിനുശേഷം ഡൺ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഈ ടൂൾ ബാറിലേക്ക് നമ്മൾ എയർ ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെല്ലാം ഫയലാണോ ഇതുപോലെ സെൻഡ് ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എയർ ഡ്രോപ്പിൽ ഡയറക്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയായി നമുക്ക് ഇത് എയർ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളും ഇതുവരെ ഈ ഒരു ട്രിക്കൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക.